ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ അപ്പോൾ അതാ ഇന്ന് നമ്മളൊരു ചെറിയൊരു റെസിപ്പിയും കൊണ്ടാണ് വന്നിക്കുന്നത്. നമ്മളൊരു അയില മുളകിടുന്നത് റെസിപ്പിയും കൊണ്ടാണ് വന്നിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പം ഞാൻ അതാ അതിനും വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി അവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിക്കണു. പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞിക്കണേ, ഒരു 10 വെളുത്തുള്ളിൻ്റെ അല്ലി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിക്കണേ. പിന്നെ പച്ചമുളക് 3 അങ്ങനെ ചെറുതാക്കി മുറിച്ച് വെച്ചിക്കണേ. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും. പിന്നെ ചട്ടി നല്ലോണം ചൂടായേക്കിന് അതിക്ക് ഞാൻ ഓയിലാണ് കേട്ടോ പറഞ്ഞു കൊടുത്തിക്കണത്, വെളിച്ചെണ്ണ അല്ല ഓയിലാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല അത് ഇട്ട് കൊടുത്തിട്ടോ. ഇതിക്ക് ഞാൻ ഉലുവയോ കടുകോ അങ്ങനെ ഒന്നും ഇപ്പം ഞാൻ ചേർക്കണില്ല കേട്ടോ. പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. നല്ലോണം മൂത്ത് വരുന്നത് വരെ നല്ലോണം നിങ്ങളുടെ ഇളക്കിക്കാണ്ട് തീ ഞാനവിടെ കുറച്ച് വെച്ചിക്കണം കേട്ടോ. വെച്ചിക്കാണ്ട് ചട്ടി നല്ലോണം ചൂടായപ്പോഴേ തീയാണ് കുറച്ച് വെച്ചു. എന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് നമുക്ക് ഇഞ്ചി നല്ലോണം മൂപ്പ് ആവണം കേട്ടോ. മൂപ്പ് നല്ലോണം ഇങ്ങോട്ട് ആയി വരുന്നത് വരെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിക്കണം. ഞാൻ ചതച്ചിക്കല്ല കേട്ടോ, ഒക്കെ നോക്കി വെച്ചിക്കാണ്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. വെളുത്തുള്ളി നല്ലോണം ഇങ്ങോട്ട് ഇളക്കിക്കാണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറി വരുമ്പോൾ എന്താ നമ്മൾ അച്ചാറ്റിക്ക് നുറുക്കിയ മാതിരിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൂലേ, അതേപോലെയാണ് കേട്ടോ. അപ്പോൾ അതാ പച്ചമുളകും ഞാൻ അതേപോലെ കാട്ടിക്കാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 3 ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുളകും പൊടി എല്ലാം ഉണ്ടാകുമ്പോഴത്തേനൊക്കെ നല്ല എരി നല്ല മട്ടത്തിലാണ് പാകമാവും. അങ്ങനെ അത് 3 നല്ലോണം റെഡി ആക്കി ഞാനേക്ക് ഒരു വല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞിക്കാണ്ട് അത് ഞാൻ അയക്കാണ്ട് ഇട്ട് കൊടുത്തു. അതൊന്നുകൊണ്ട് വാടി കിട്ടാനുള്ള കുറച്ച് ഉപ്പ് ഞാൻ അയക്കാണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് വാട്ടിക്കാണ്ട് നല്ലോണം ഇങ്ങോട്ട് വാട്ടി എന്ന് പറഞ്ഞാൽ വാടി കിട്ടില്ല, നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയത്, വാടി കിട്ടില്ല. ഒന്നിങ്ങോട്ട് മൊരിഞ്ഞ് ആ ഒരു കളറൊക്കെ ഇങ്ങോട്ട് മാറിക്കാണ്ട് ഉള്ളിൻ്റെ കളറൊക്കെ ഒരു ചുവപ്പ് നിറത്തൊക്കെ ഇങ്ങനെ വരുന്ന കോലത്തിൽ ഇങ്ങോട്ട് ആയി കിട്ടണം വേണ്ടിയത് കേട്ടോ. അങ്ങനെ ഉണ്ടാകണം. അപ്പോൾ അതുവരെ നമ്മളിത് ഇളക്കി, കടുപ്പത്തിലുള്ള പരിപാടിയല്ല കേട്ടോ, കുറച്ചൊരു ആക്കം പോലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കടുപ്പത്തിലുള്ള മുളകിടലല്ല സംഭവം, നമ്മളെ പെരയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണുള്ള പരിപാടിയാണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ എന്താ കാട്ടുക, അത് ഉണ്ടാക്കണമെങ്കിൽ എന്ന് കരുതുന്ന ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാ ഉള്ളി കണ്ടില്ലെങ്കിൽ നല്ലൊരു കളർ മാറ്റമൊക്കെ വന്നു. ഇപ്പോൾ ഞാൻ അതിക്ക് ഒരു 3 തക്കാളി അരിഞ്ഞുകാണ്ട് അത് അതിക്കാണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒന്നും പാടെ മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ട് തക്കാളി ഒന്നിങ്ങോട്ട് വെന്ത് വന്നോട്ടെ. പച്ചങ്ങോട്ട് ഒടിയണ ആവശ്യമില്ല, ഒന്നിങ്ങോട്ട് ആ തോലിയൊക്കെ ഒന്നിങ്ങോട്ട് വിടണ കോലത്തിൽ ഇങ്ങോട്ട് ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയൊരു എരിവില്ലാത്തൊരു മുളകും പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 2 ടേബിൾ സ്പൂണ് 2 സ്പൂണാണ് മുളകും പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്നും പാടെ ഇളക്കിക്കാണ്ട് അങ്ങോട്ട് പാകാക്കി കണ്ടിട്ട് എടുക്കണം കേട്ടോ. മുളകും പൊടി ഇട്ടിക്കാണ്ട് ഒന്നും പാടെ ഇളക്കിക്കാണ്ട് ഒന്നും കൂടെ മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിക്കാണ്ട് കുറച്ച് നേരം പാടെ ഒന്നുകൊണ്ട് കടന്നോട്ടെ. ഇതാ നോക്കി നിങ്ങൾ, തക്കാളിയൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പച്ചയൊക്കെ തുടങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കോലത്തിൽ ആയി കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതിപ്പോൾ വെളിച്ചെണ്ണ ഇതുവരെ ചേർത്തിട്ടില്ല, ഞങ്ങൾ ഓയിൽ മാത്രം എടുത്തിരുന്നത്. പിന്നെ അതാ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു നല്ലോണം കുതിർന്ന് അത് നല്ലോണം ഞവടി പിഴിഞ്ഞിക്കാണ്ട് ആ വെള്ളം ഞാൻ ഇതിക്കാൻ ചേർത്ത് കൊടുത്തിട്ടാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി എന്നിട്ട് പാകാക്കി എടുക്കുകയാണ്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടിയത് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ. സംഭവം നമ്മളിവിടെ എരിവ് കുറച്ച് കുറവാണെങ്കിലും മഞ്ഞൾപ്പൊടി ഞങ്ങൾ അത്യാവശ്യം ഇടും എല്ലാ ഭക്ഷണത്തിലും. അപ്പോൾ അതാ ആവശ്യത്തിന് കുറച്ചും പാടെ ഉപ്പ് ഇട്ട് കൊടുത്തു. കാരണം നമുക്ക് മീനക്കൊക്കെ വേണ്ട ഉപ്പ്, അപ്പിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. അത് ആക്കിക്കാണ്ട് ഇനി മൂടി വെച്ചിക്കാണ്ട് ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് കിട്ടിക്കോട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് അതിക്കാണ്ട് മീനിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നോക്കി നല്ലോണം തിളച്ചിക്കണു. നല്ലോണം തിളച്ചിക്കാണ്ട് നല്ല വട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് നല്ല
വെള്ളമൊക്കെ പാകത്തിനുള്ള വെള്ളത്തിലാക്കിക്കാണ്ട് കിട്ടിയിരിക്കണു കേട്ടോ. അപ്പം ഇനി ഇതിക്ക് നമ്മൾ മീൻ വെച്ച് കൊടുക്കണം കേട്ടോ. അയില മീനാണ്. അപ്പോൾ അത് വെച്ച് കൊടുക്കുകയാണ്. അത് കഷ്ണങ്ങളാക്കിക്കാണ്ട് നല്ലോണം വരിഞ്ഞും ചെയ്തുകൊണ്ടോ. മസാലയൊക്കെ നല്ലോണം പിടിച്ചാൻ വേണ്ടിയിട്ട് വരും ചെയ്തുക്കണു. മത്തി ഉണ്ട് കേട്ടോ. മത്തി 2 മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ആ കൂട്ടത്തിലാണ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ആയിക്കാണ്ട് ഇനി നമുക്ക് നല്ലോണം ഇങ്ങോട്ട് തിളച്ച് കിട്ടണം. തിളച്ച് കിട്ടിയിട്ട് വേവൊക്കെ ഇങ്ങോട്ട് പാകമാണത് വരെ ഒന്നിങ്ങോട്ട് മീനൊന്നിങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം മീനൊക്കെ വെന്ത് നല്ലോണം പാകമായാൽ ഏകദേശം 1 സ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ച പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വറുത്ത് പൊടിച്ചിക്കാണ്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നിങ്ങട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലോണ്ടും സ്പൂണോണ്ടൊന്നും അല്ല കേട്ടോ ഇളക്കുക. അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ആണ വിധത്തിൽ ഇങ്ങനെ കയ്യിലോണ്ട് ആക്കുക. അല്ലാതെ ഒന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനാണ്ട് ഉടഞ്ഞ് കാണാണ്ട് ഇല്ലാതാവും. മുള്ള് വേറെയും കയമ്പ് വേറെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കാട്ടി ഒക്കെ റെഡിയാക്കിയതിന് ഉലുവയൊക്കെ എല്ലായിടത്തും കൊണ്ട് എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ അതേമാതിരി തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ. വെളിച്ചെണ്ണ നമ്മൾ പറഞ്ഞു ഇപ്പോഴാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ പാരുന്നത്. ഈ വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് അതേപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് ഈ കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ഇട്ടെടുത്ത കറിവേപ്പിൻ്റെ ഇല അതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല ഒരു മട്ടാണ് കേട്ടോ. മുന്നിക്ക് നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മീൻകറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും പുതിയത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ.